കീനൊക്കെ പറഞ്ഞോണ്ട് ചെന്നു ഞാൻ ഒന്നും പറയാനാ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ആനക്കാരെ കൈ ചെയ്താൽ നടക്കുക. കാരണം കൈ പോകണം അറിയാൻ ഒരാണാനെ ഒറിജിനൽ ആണ്. നിസാറാനെ അല്ല വളരെയാനെ കഴിയുന്നു വന്ന് ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. സിനിമാ സ്റ്റൈലൊക്കെ ആവുമ്പോ ഒരു ട്വിസ്റ്റ് ഒക്കെ വേണ്ട ബസ്. ക്ലൈമാക്സ് അല്ലേ, നമുക്കൊന്ന് പൊലിപ്പിക്കണ്ടേ. പാടെ പറഞ്ഞു കേട്ടതിനെല്ലാം പഴുതടച്ചുത്തരം കൊടുത്ത് പറഞ്ഞ വാക്കിനെ പകൽ പോലെ സത്യമാക്കിയ ചേർത്തലക്കാരൻ ചങ്ങാതി. മാമ്പി ഒളരിക്കര കാളിദാസിനെ അടിക്കുന്നു എന്ന വാർത്ത കേട്ട ആനപ്രേമികൾ ശരിക്കും നീക്കി. പിതാനം രാജുവിനെ പോലെ ആനപ്പണിയിൽ കഴിവ് തെളിയിച്ച പാപ്പാൻ സാധിക്കാത്തത് മാമ്പിക്ക് സാധിക്കുമോ എന്ന സംശയം ആനപ്രേമികൾക്കുണ്ടായിരുന്നു. പലരും ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പലരും കൊണ്ട് കെട്ടിയിട്ടും ആൾക്കാർ പറഞ്ഞു നമുക്ക് തീരെ ഹോസ്പിറ്റലാണ് വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. യോഗപ്രസിദ്ധനാണ് എന്റെ മോനെ കഥ ആ കാക്ക് പഞ്ചല ഒരു അത് നമുക്ക് അങ്ങാതെ തന്നെ മാമ്പി. രാമനുണ്ണി ആനയെ കാണാനും വളർത്താനും തുടങ്ങിയിട്ട് കാലം കുറയും. മലയാളികളുടെ ഹൃദയത്തിൽ ഇത്രമാത്രം സ്ഥാനം ഒരു ആനക്കാരൻ നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാമ്പി ആശാന്റെ ഫാൻസ് ഉത്തരം പറയും. കാളിയുടെയും മാമ്പിയുടെയും വരവ് സൂപ്പർ താരങ്ങളുടെ ഇൻട്രോ സീനിനേക്കാൾ കിടിലം. അപ്പോ ഇന്ന് തിരുവനന്തപുരത്തിരുന്ന ഒരാൾക്ക് സംശയം, ആരാണപ്പാ ഈ മാമ്പിയും കാളി? സാരഥി മാമ്പി എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന ഫ്രീക്കൻ പാപ്പാൻ ശരത്തല്ലാതെ കാളിയെ മെരുക്കാൻ മറ്റൊരാളില്ലെന്നൊരു ചൊല്ലു തന്നെ തൃശൂർക്കാർക്കിടയിലുണ്ട്. എനിക്കൊരു കഴിഞ്ഞ കാലം ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ചിറക്കൽവേളി പുരുഷോത്തമന്റെ മകൻ 27കാരൻ ശരത്ത് ആനപ്രേമം മൂത്ത് പലതവണ വീട് വിട്ടുപോയിട്ടുണ്ട്. നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ച പേരാണ് മാമ്പി. നാട്ടിലെ ഉത്സവ പറമ്പുകളിലെല്ലാം ആനകളുടെ പുറകെ നടന്ന ആ കൊച്ചു പയ്യനെ വീട്ടുകാരും നാട്ടുകാരും ഇന്നും ഓർക്കുന്നു.